ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സംവേദ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കാനാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഒരു സീക്രട്ട് പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അധികം ഉള്ളോട്ടൊന്നുമല്ല, അടുത്താണ്. പക്ഷെ വലിയ മാപ്പാണ്. പക്ഷെ അത് മാപ്പിൽ ഫസ്റ്റ് തന്നെയാണ് ഈ സ്ഥലം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗെയിം ഇത് ഇവിടെ സ്റ്റാർട്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബസ് വേറെ ഇല്ല, ആദ്യത്തെ പഴയ ബസ് തന്നെ കണ്ടില്ല. ഈ ബസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് നേരെ മാപ്പിലേക്ക് പോകാം. ഇതാണ് അപ്പോൾ നമ്മൾ മാപ്പിൽ എടുക്കേണ്ട സ്ഥലം. ഇതിപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത പോലെയാണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് അത് ഒരിക്കലും കിട്ടില്ല. അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതധികം ദൂരമൊന്നുമില്ല. ഇത് ഒരു അടിപൊളി സ്ഥലമാണ്. ഫ്ലൈറ്റെല്ലാം പറന്നു പോകുന്നുണ്ട്. അത് ഈ വീഡിയോ കിട്ടുമോ നമുക്ക് നോക്കാം. ചില സമയത്തേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻറ്റീരിയൽ വ്യൂട്ട് കളിക്കണോ അല്ലെങ്കിൽ പുറത്തെ തന്നെ വ്യൂട്ട് കളിക്കണോ? അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ പാടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുക. കുറച്ച് പിള്ളേർ കഴിയുന്നുണ്ട്, നമുക്ക് ഹോൺ അടിച്ചു കൊടുക്കാം. നമ്മൾ നേരെ തന്നെ പോകും. മാപ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ പോവാം. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഞാൻ റിവേഴ്സ് ഇട്ടിട്ടെ. എല്ലാവരും ഇവിടെ എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിലേക്ക് പോകുന്നല്ലോ പരിപാടി. അയ്യോ, തട്ടി. ഓ, അപ്പോൾ എനിക്ക് നേരെ തന്നെ പോവുക. അപ്പോൾ നമ്മൾ നേരെ തന്നെ പോവുക. ഇനി ഇടത്തോട്ടേക്ക് ഒരു കുഞ്ഞ് വഴി ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വഴി നേരെ പോവുക. ഈ വഴിൻ്റെ ഇനി എൻഡിങ് വരെ ഇതേപോലെ പോകണം. അപ്പോൾ നമ്മളിത് എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് എടുക്കുക. മുമ്പ് തട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ വഴിയും ഇവിടത്തേക്ക് വരാനുള്ള ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് കുറേ ലോങ് ആണ്. വെറുതെ നമ്മൾ വിടുകയും എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ പോവുക. കുറച്ചധികം ദൂരെ പോകണ്ടു. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വഴി ഉണ്ടാവും. അയ്യോ, പടി. ഓക്കെ, ഇവിടെ ഈ റൂട്ട് അങ്ങ് പോവുക. നേരെ തന്നെ പോവുക. ഇനിയുള്ളത് മേലേക്ക് റൂട്ടുണ്ട്, താഴേക്ക്. നമ്മളപ്പോൾ റൈറ്റ് എടുത്ത് അങ്ങനെ പോവുക.
ഇവിടെ വേറെ ബസ് നിർത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നില്ല, അവിടെ തന്നെ വളവ് തന്നെയാണ്. ഓക്കെ, ഇതിന് നമ്മളിതാ എയർപോർട്ട് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട്. ഇപ്പോൾ 2 പ്ലെയിന് നിർത്തിയിട്ടുണ്ട്. വലിയ ലോങ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബസ്സിൻ്റെ മാക്സിമം സ്പീഡ് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അല്ല, ഇപ്പം തന്നെ നോക്കി. ഞാൻ അത്ര സ്പീഡ് എടുക്കുന്നില്ല. ഇതേപോലെ ലോങ് എന്നുള്ള വിഷ്വല് അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ സമയത്ത് ഒരു പ്ലെയിന് വരണ്ട. ഓ, പണികളി പ്ലെയിന് വരേണ്ടതാണ്, പക്ഷെ പ്ലെയിനിനെ കാണുന്നില്ല. അയ്യോ, പ്ലെയിന് പോയി. ഓ, ജസ്റ്റ് മിസ്. അല്ല, തട്ടീന്. അത് മുമ്പ് പോകുന്നത് എൻ്റെ മോനെ. നമ്മക്ക് പറഞ്ഞിട്ടൊന്നും എത്തുന്നില്ല. അങ്ങനത്തെ എൻ്റെ മോൻ ചെറുതാലോ. ഓക്കെ, അത് അതിൻ്റെ വഴിക്ക് പോയി. നമുക്ക് ഈ ബസ് എങ്ങനെ മറിച്ചിടാൻ നോക്കിയാലോ? ഓക്കെ, എന്നിട്ട് ഇരിക്കട്ടെ. ഡ്രിഫ്റ്റ് ഇരിക്കാൻ പറ്റുമോ? ഇതിനെക്കൊണ്ട് ഒന്നും പറ്റില്ല. അയ്യോ, മറിഞ്ഞു. ഓ ഇല്ല, മറിയൂല. മറിഞ്ഞിരുന്നെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. നമ്മളങ്ങനെ മറിക്കുമോ? ഇപ്പോൾ ഇത് കണ്ടില്ല, 110 km/h നമ്മൾ പോണത്. ഓ, ഇപ്പം നല്ല മാക്സിമം സ്പീഡിൽ ഇതിൻ്റെ 210 അങ്ങനെ എത്തും. പക്ഷേ ഇതെത്തൂല, കാരണം സ്പീഡ് അധികം എടുക്കുന്നില്ല. ഇടക്കിടക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലേറ്ററിന് കൈവിടും. പ്ലെയിന് നേരെ ഉണ്ടോ? നിഴലുണ്ട്, പക്ഷെ പ്ലെയിനിലോ ചവിട്ടേ. ഓയ്, ഓ, കണ്ണാടി ഒടിഞ്ഞു പോയി അപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളെ ഹെൽത്ത് 80 അയ്യോ, പണിപാളിയല്ലോ. ഇത് പ്ലെയിനിൻ്റെ നിഴലുണ്ടോ? അടിപൊളിയല്ലേ? പക്ഷെ ആകാശത്ത് പ്ലെയിനൊന്നുമില്ല. ഇതാണ് ബസ്സിൻ്റെ മാക്സിമം സ്പീഡാണ് ഇപ്പം നോക്കുന്നത്. മറ്റേ ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നുണ്ട്. എന്നാൽ മാറ്റാം. ഓക്കെ, 155 നമുക്ക് ബ്രേക്ക് ഇടാം, ഹാൻഡ് ബ്രേക്ക് ഇടാം. ഓക്കെ, നമ്മുടെ വണ്ടി കൃത്യം ഇത് സീബ്ര ക്രോസാണ്. എന്നാൽ വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് പോയി പോകുന്നുണ്ടാവും. ഓ, ഞമ്മക്ക് ഇതിലോട്ട് നടന്നു പോകാനാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഒരു ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെയുണ്ട് നമ്മുടെ ഡാൻസ്. അടിപൊളിയല്ലേ? അതാണ് നമ്മുടെ കൈ. ഓക്കെ, എന്നാൽ നമുക്കിപ്പോൾ ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഇതിന് നല്ല പുതിയൊരു വീഡിയോയിലേക്കും ബായ്.